2022-23 സാമ്പത്തിക വർഷം ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചേരാനെല്ലൂർ പഞ്ചായത്തിൽ സർവീസ് കൃഷിക്കൂട്ടം മേഖലയിൽ നമ്മൾ തണൽ കൃഷിക്കൂട്ടം രജിസ്റ്റർ ചെയ്തു. എയിംസ് രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച ഗ്രൂപ്പിൽ 10 അംഗങ്ങളാണുള്ളത്. കൃഷിക്കൂട്ടം വളരെ നല്ല രീതിയിൽ തുടർ പ്രവർത്തനങ്ങൾ നടത്തിപ്പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്കീം വഴി ആവശ്യമായ മെഷീനറീസ് ലഭ്യമാക്കി കൊടുക്കുന്നത് വഴി ഇവർ ചേരാനെല്ലൂർ പഞ്ചായത്തിലെ കർഷകർക്ക് നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള അവരുടെ കൃഷി ഘട്ടങ്ങളിൽ ഏറെ സഹായകരമായി മുന്നോട്ട് വയ്ക്കുന്നു. ഞങ്ങൾ സ്വന്തമായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതായത് ഇൻഡിവിജ്വലായിട്ട് കൃഷിഭവൻ്റെ കീഴിൽ തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടാണ് നമുക്കൊരു പദ്ധതി എന്നുള്ള ഫാം പ്ലാൻ എന്നൊരു പദ്ധതിയായിട്ട് 10 പേരെ ചേർത്തുകൊണ്ട് ആ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്ക് എയിംസ് രജിസ്റ്റർ ചെയ്തിട്ട് ആ രീതിയിലേക്കാണ് പിന്നീട് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കർഷകർക്ക് ശരിയായ ബെനിഫിറ്റും കാര്യങ്ങളും കിട്ടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് നമ്മൾ 10 പേര് സമാന ചിന്താഗതിയുള്ള ആൾക്കാരെയാണ് ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് പല മെഷീനറീസുകളും നമുക്ക് ഇതിനകത്ത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായി. ഫസ്റ്റ് ടൈം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുല്ല് കട്ട് ചെയ്യുന്ന മെഷീനും അതുകൂടാണ്ട് മറ്റേ കമ്പോസ്റ്റിൻ്റെ അത് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ ഈ സ്ലറി നമുക്ക് ഈ കൃഷിക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ നമുക്ക് വേസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് പോലെ ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഈ സ്ലറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡൈലൂഷനിൽ തന്നെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല രീതിയിലുള്ള ഒരു വളവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിലുള്ള കീടങ്ങളുടെ ആക്രമണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നായിട്ടുള്ള വർഷങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമ്മൾ ഈ പറഞ്ഞ ട്രില്ലർ ക്യാംകോൻ്റെ ട്രില്ലർ പിന്നീടും നമുക്കൊരു ബുഷ് കട്ടർ അത് വാങ്ങിച്ചു. പിന്നെ ഒരു സ്പ്രേയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് നമ്മളതിനകത്ത് വേറെ ഇതൊന്നുമില്ല. നമ്മൾ ഇനിഷ്യലി നമ്മൾ എമൗണ്ട് ചെയ്തപ്പോഴേക്ക് നമ്മളെല്ലാവരും കൂടിയാണത് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് കോമൺ ആയിട്ട് തന്നെ വഹിച്ചുകൊണ്ട് തന്നെ അത് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂടുതലായിട്ട് മെഷീനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഇപ്പോഴാണ്. ക്യാംകോൻ്റെ മെഷീനാണ് നമ്മൾ ഫാം പ്ലാൻ്റെ രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയത്. കൃഷിഭവൻ്റെ രീതിയിലും അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെ സ്കീമിലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഷീനറി നമുക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റിയത് തന്നെ 90% സബ്സിഡിയായിരുന്നു. ആ രീതിയിലാണ് നമുക്കത് കിട്ടിയത്. നേരത്തെ ബിജു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തണൽ. ബാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബിജു പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിനകത്തുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തണലിൻ്റെ കീഴിൽ നമ്മൾ പുറത്ത് നമ്മൾ കർഷകർക്ക് ആവശ്യമായ ഇത് നമ്മൾ സർവീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സർവീസ് സെക്ടറിൽ കർഷകർക്ക് ആവശ്യമായ പന്തലുകൾ, പിന്നെ കൃഷിക്ക് ഭൂമി ഒരുക്കി കൊടുക്കൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ആവശ്യമായ ഘടകങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതുകൂടാണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ കൃഷിഭവനിൽ തന്നെ ആഴ്ച നടത്തുന്നുണ്ട്. സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ നമ്മൾ ഇതിനാവശ്യമായ വളങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇതുവഴി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളങ്ങനെ നല്ല രീതിയിൽ നമ്മൾ കൃഷിഭവനെയും പഞ്ചായത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള കർഷകരുടെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ബാക്കി നടത്തുന്ന ജൈവ കർഷകരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ക്രോഡീകരിച്ച് എല്ലാം കളക്ട് ചെയ്ത് നമുക്ക് അവർക്ക് ന്യായമായ വില കൊടുത്ത് പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അടുത്തതും ഓരോരുത്തർ കൃഷികൾക്ക് ആവശ്യമായ സൗകര്യപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കി തരാമെന്നുള്ള രീതിയിലാണ് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കൃഷിക്ക് വേണ്ടതായ സപ്പോർട്ടുകൾ നമുക്ക് അവർ നൽകി വരുന്നുണ്ട്.